എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മഞ്ഞക്കപ്പയുടെ അരികിലാണ്. അപ്പൊ മഞ്ഞക്കപ്പനെ ഏത്തക്കപ്പ, റൊട്ടിക്കപ്പ, നേന്ത്രക്കപ്പ എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലത്തെ കളറായിരിക്കുള്ളൂ. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. പിന്നെ നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് 5 മാസം കഴിയുമ്പോൾ തുടങ്ങി വിളവെടുക്കാൻ പറ്റിയ കപ്പയാണ്. ഇതിപ്പോ നമ്മ നട്ടിട്ട് 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം. അപ്പൊ കണ്ട, ഇതിന്റെ തണ്ടുകൾ ഇതേപോലെ പോയിട്ട് കണ്ട മുകളിലോട്ട് പോകുമ്പോ ഇങ്ങനെ ശാഖകളായിട്ടാണ് പോയേക്കണത്. കണ്ട, എല്ലാ കമ്പും നോക്കിയാൽ ഒരു കപ്പയാണ്. ഒരു കപ്പയെന്നാണ് ഈ ശാഖകൾ വന്നേക്കണത്. പിന്നെ ഈ ഇലകളൊക്കെ കണ്ടില്ല, ഈ ഇലയുടെ തണ്ടൊക്കെ വെള്ള കളറായിരിക്കുള്ളൂ. പിന്നെ നമുക്കിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ചാക്കിലോ എവിടെ വേണമെങ്കിലും നടാട്ടാ. നമുക്ക് വെള്ളക്കെട്ടുള്ളവരൊക്കെ എപ്പോഴും ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടലാണ് ഏറ്റവും നല്ലത്. ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ ആ ഗ്രോ ബാഗിന്റെ വലിപ്പത്തിൽ നമുക്ക് കപ്പ കിട്ടുകയും ചെയ്യും. അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു കപ്പയാണ് ഈ മഞ്ഞക്കപ്പ. ഒരുപാട് പേർക്കാണ് ഞാൻ ഇതിന്റെ കട്ടിങ്സ് അയച്ചു കൊടുത്തേക്കണത്. എല്ലാവരും പറയാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണെന്ന്. അപ്പൊ നമുക്ക് കപ്പ വിളവെടുക്കാം. അപ്പൊ കപ്പഴ കണ്ട ഇത് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ശാഖകളൊക്കെ വെട്ടി മാറ്റിയിട്ട് വേണോട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ഇതിന്റെ കൊമ്പുകളൊക്കെ വെട്ടി മാറ്റാം. അല്ലാണ്ട് നമുക്കിത് വിളവെടുക്കാനായിട്ട് പ്രയാസമാണ്. അപ്പൊ മഴക്കാലത്ത് എന്ന് പറയാൻ കപ്പ ഞങ്ങളുടെ ഇവിടെയൊക്കെ നടുമാന്ന് വെച്ചാലേ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ. അപ്പം ഈ ചീനൊക്കെ പോകും അടിയിലെ കപ്പകളൊക്കെ. കുറച്ചൊക്കെ ചീന് പോയിട്ടുണ്ട്. കണ്ട, മിക്ക കപ്പകളും ചീന് പോയിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കണ്ട, കപ്പകളൊക്കെ ചീന് പോയേക്കണ നല്ല വലിയ കപ്പകളായിരുന്നു എല്ലാരും. അത് കപ്പ ഉണ്ടായിരുന്നതാണ്. കണ്ട, നമ്മുടെ കപ്പൊക്കെ ചീന് പോയി ഈ മഴ പെയ്തപ്പത്തിന്. അപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പ എന്നൊക്കെ പറഞ്ഞാല് മഴക്കാലം വരുമ്പത്തിനും കപ്പ എല്ലാം ചീനു പോകും. വലിയ കപ്പകളൊക്കെ ആയിരുന്നു. കണ്ട, ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറൊക്കെയാണ് കപ്പയുടെ. അപ്പൊ നമുക്ക് എപ്പോഴും ഇല്ല, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചാക്കിലൊക്കെ തന്നെ നടണത് കപ്പ. താഴെ നട്ട് കഴിഞ്ഞാല് നമ്മ മഴക്ക് മുമ്പ് കണ്ട പറിക്കണം. കണ്ട, വലിയ കപ്പകളായിരുന്നു എല്ലാനും. എന്നാ വലിയ മഴകള് പെയ്തിട്ടില്ല. പക്ഷെ ഭൂമിക്കടി വെള്ളം നിന്നാൽ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊന്നും കപ്പ കിട്ടൂല. ഇതേപോലെയാണ് കപ്പയുടെ സ്ഥിതി. അപ്പൊ കപ്പ കൃഷിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ നടാനാ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മ മഴക്ക് മുമ്പ് കപ്പ പറിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ അടിയിലേക്ക് പോയ എല്ലാ വലിയ കിഴങ്ങുകളെല്ലാം ചീഞ്ഞുപോയി. നമുക്ക് കിട്ടിയത് കുറച്ച് മുകളിലുണ്ടായ കിഴങ്ങുകൾ മാത്രമേ കിട്ടിയത്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, ഇതേപോലെയാണ് നല്ല മഞ്ഞ കളറാണ്. നമ്മ പുഴുങ്ങി കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കണത്. നമ്മ പുഴുങ്ങിയതിന്റെ ഒക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാണ് കേട്ടാ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇതെന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് കട്ടിങ്സ് മേടിച്ചിട്ടുണ്ടായെന്ന് പറയില്ല. അവരൊക്കെ പറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങാണെന്ന്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ മഞ്ഞക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടുള്ളവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മണല് കലർന്ന മണ്ണാണ് ഇവിടുത്തത്. കൽപ്രദേശമൊന്നും അല്ലല്ലോ. നമ്മ എത്ര പൊക്കി നട്ടാലും ശരി. കണ്ട, ഞങ്ങൾ അവിടെയൊക്കെ പൊക്കിയ നട്ടേക്കണ്. പക്ഷെ അതിന്റെ അടിയിൽ കിഴങ്ങുകൾ ഇപ്പൊ ചീനിട്ടുണ്ടാവും. നമുക്ക് ഒന്നില്ലെങ്കിൽ കപ്പ നടുമ്പോ നമ്മ മഴക്കാലത്ത് നട്ടിട്ട് വേനൽക്കാലത്ത് പറിക്കുക. അതാ പറ്റുള്ളൂ. നമ്മ വേനൽക്കാലത്ത് നട്ടിട്ട് മഴക്കാലത്ത് പറിക്കാന്ന് വെച്ചാൽ ഒരു കപ്പ പോലും നമുക്ക് കിട്ടൂല. അപ്പൊ കൃഷി ചെയ്യണവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മ ഇപ്പൊ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ കഴിയുമ്പത്തേനും നമുക്ക് കപ്പ പറിക്കാനാവും. അപ്പൊ കപ്പ വലിയ പ്രശ്നമൊന്നും വരൂല. അതേസമയം നമ്മ വേനൽക്കാലത്താണ് കപ്പ നടണമെങ്കിൽ നമ്മ ഈ മഴക്കാലമൊക്കെ വരുമ്പോ നമ്മ കപ്പ പറിക്കുമ്പോ എല്ലാ കപ്പയും ഇതേപോലെ ചീനും. അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചാക്കിലോ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് നടാം. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കപ്പ ചെയ്യാണ്ട് നമുക്ക് പൊക്കമുള്ള സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് കപ്പ കൃഷി ചെയ്യാം. ഇവിടാന്ന് പറഞ്ഞാൽ നമ്മ 365 ദിവസവും കപ്പ പറിക്കുന്ന സ്ഥലം തന്നെയാണ്. നമ്മ പല സ്ഥലത്തും ചാക്കിലും ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മ പറിച്ചെടുക്കണതാണ്. അപ്പൊ വെള്ളക്കെട്ടുള്ളവരൊക്കെ ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട്.
എന്നുവെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യണവർക്ക് കേട്ടാ. ഇവിടെ ഒന്നും കപ്പ കൃഷി ചെയ്യണ സ്ഥലങ്ങളല്ല ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കപ്പ കൃഷിക്ക് പറ്റിയ സ്ഥലമൊന്നുമല്ല. എന്നാലും നമ്മ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മ എല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പൊ പല പല സംവിധാനങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് ഗ്രോ ബാഗ് ആയാലും ചാക്കായാലും ചട്ടിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഈ മഞ്ഞക്കപ്പയുടെ ഒക്കെ കട്ടിങ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുക. എന്താന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കഴിക്കാം. 5 മാസം കഴിയുമ്പോ തന്നെ നമുക്ക് വിളവെടുക്കാം. അതാണ്, അധികം നാള് വേണ്ട, 1 വർഷം 8 മാസം ഒന്നും വേണ്ട. നമുക്കൊരു 5 മാസം കഴിയുമ്പോ തന്നെ നമുക്ക് വിളവെടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ നടണോർക്കെന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് അതിൽ നിന്ന് മാന്തി എടുത്താൽ മതി. അതിൽ നിന്ന് തെരഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം. എന്നിട്ട് അത് അവിടെ തന്നെ നിർത്താം. മുഴുവനായിട്ടൊന്നും വിളവെടുക്കണം എന്നില്ല. എല്ലാവരും മഞ്ഞക്കപ്പയൊക്കെ നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.